നമസ്കാരം. ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും പേരുകേട്ടത് ഏതെന്ന് ചോദിച്ചാൽ ഗൂഗിൾ പേ എന്നാകും നമ്മുടെ ഉത്തരം. ബിൽ പേയ്മെന്റ്, ഓൺലൈൻ ഷോപ്പിംഗ് മുതൽ ഹോട്ടലിൽ കയറിയാൽ പോലും ഗൂഗിൾ പേ ഇല്ലേ എന്നാണ് ബില്ലടയ്ക്കുന്ന സമയത്തെ ചോദ്യം. ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകളിൽ സുരക്ഷയിലടക്കം ഏറെ മുന്നിട്ട് നിൽക്കുന്ന ആപ്പാണ് ഗൂഗിൾ പേ. കോവിഡിന് ശേഷമാണ് ഗൂഗിൾ പേ ഇത്ര ഫേമസ് ആയതെന്ന് പറയാം. ശരിക്കും കോവിഡ് മഹാമാരിയിൽ ഗൂഗിൾ പേ ഒരു അനുഗ്രഹമായിരുന്നു. പണം കയ്യിൽ കൊണ്ട് നടക്കാൻ പേടിച്ച സമയത്താണ് ഗൂഗിൾ പേ എല്ലാവരും ഉപയോഗപ്പെടുത്തി തുടങ്ങിയത്. ഒരു ഞൊടിയിടയിൽ ട്രാൻസാക്ഷൻ ചെയ്യാനാകും, അതും ഏറെ എളുപ്പത്തിൽ തന്നെ. കയ്യിൽ പണം കൊണ്ട് നടക്കാതെയും എണ്ണി തിട്ടപ്പെടുത്താതെയുമൊക്കെ വളരെ എളുപ്പം കാര്യങ്ങൾ നടന്നു ഗൂഗിൾ പേയുടെ സഹായത്തോടെ. ഇനി സൗദി അറേബ്യയിലും പണമിടപാടുകൾ കൂടുതൽ ലളിതവും എളുപ്പവുമാകാൻ പോവുകയാണ്. സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ചേർന്ന് ഈ വർഷം മുതൽ സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സർവീസ് ആരംഭിച്ചതോടെയാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചതായാണ് പുറത്തുവരുന്ന വിവരം. സൗദി ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദ വഴിയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. സൗദി വിഷൻ 2030 ഭാഗമായി രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സെൻട്രൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗൂഗിൾ പേയുമായുള്ള കരാർ. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നൂതന ഡിജിറ്റൽ പേയ്മെന്റ് പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ സൗദി സമൂഹത്തെ പണത്തെ കൂടുതലായി ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ട്. ഇതിനായി ശക്തമായ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ കരാറിലൂടെ സാധ്യമാകുന്നത്. സ്റ്റോറുകളിലും ഓൺലൈൻ ആപ്പുകളിലും വെബ് പോർട്ടലുകളിലും മറ്റും ഷോപ്പിങ്ങുകളും പേയ്മെന്റുകളും നടത്തുന്നതിന് ഗൂഗിൾ പേ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നൂതനവും സുരക്ഷിതമായ രീതി നൽകും. ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ വാലറ്റിൽ അവരുടെ കാർഡുകൾ സൗകര്യപ്രദമായി ചേർക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഫിൻടെക്കിലെ ആഗോള നേതാവെന്ന നിലയിലും സൗദി അറേബ്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിശാലമായ പദ്ധതികളുടെ ഭാഗമായാണിത്. സൗദിയുമായുള്ള സഹകരണം ഇതിലൂടെ കൂടുതൽ ദൃഢമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ ഒരു നൂതന AI ഹബ്ബ് സ്ഥാപിക്കാനുള്ള പദ്ധതികൾ ഗൂഗിൾ പ്രഖ്യാപിച്ചിരുന്നു. മേഖലയിലെ വികസനവും സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നീക്കം കൂടിയാണിത്. മേഖലയുടെ തനതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രാദേശിക പ്രതിഭകളെ പരിശീലിപ്പിക്കുന്നതിനും അനുയോജ്യമായ കൃത്രിമ ഇന്റലിജൻസ് പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് ഹബ്ബ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹബിന്റെ സ്ഥാപനം സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $71 ബില്യൺ വരെ സംഭാവന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണം, റീറ്റെയിൽ, സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ അറബി ഭാഷയിൽ ഉൾപ്പെടെ AIയുടെ സംയോജനം വേഗത്തിലാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.